റോഷിപാൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ എതിർപ്പ് മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് ആദ്യഘട്ടത്തിലെ സഭാ സമ്മേളനങ്ങൾ. വെള്ളിയാഴ്ച വരെ സഭയിൽ തുടർന്ന് വീണ്ടും പാലക്കാട്ടേക്ക് പോയി അവിടെയും സജീവമാകാനുള്ള നീക്കമാണോ എന്നറിയില്ല. ഇന്ന് മാത്രം വന്ന് ബാക്കിയുള്ള ദിവസം വരാതിരിക്കലുമാവാം. പല സാധ്യതകൾ മുന്നിൽ കിടക്കുന്നു. അതിലെ കൃത്യമായ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടാകുമോ? ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയായി മാറുകയാണോ? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് കൃത്യമായി നിലപാടെടുത്തത് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. കാരണം സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുമെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ നേതാവിന്. ഈ കാര്യമാണ് കെ.പി.സി. അധ്യക്ഷനെയും മറ്റു മുതിർന്ന നേതാക്കളെയും വി.ഡി. സതീശൻ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു വിവരമുണ്ട്. ആ വിവരം കൂടി ഒന്നറിയണം. രാഹുലിനൊരു കുറിപ്പ് കിട്ടി, മറുപടി എഴുതി കൊടുത്തു, പിന്നാലെ പുറത്തിറങ്ങി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറിപ്പ് എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാഹുലിന് ഒരു കുറിപ്പ് കിട്ടി, മറുപടി എഴുതി കൊടുത്തു, പിന്നാലെ പുറത്തിറങ്ങി. പ്രതിപക്ഷ നിരയിൽ നിന്നാണ് രാഹുലിന് കുറിപ്പ് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്നൊരു കുറിപ്പ് വരുന്നു, രാഹുൽ ഒരു മറുപടി എഴുതി കൊടുക്കുന്നു. അതിനുശേഷം രാഹുൽ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വരും. നാടകീയമായ നീക്കങ്ങളാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറിപ്പ് കിട്ടുന്നു. ആ കുറിപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരനെ ഏൽപ്പിക്കുന്നു. അത് പ്രതിപക്ഷ നിരയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങുന്നു, അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ്. സഭയിൽ പിറകിൽ പ്രത്യേക ബെഞ്ചിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നിരയിൽ നിന്ന് വന്ന ആ കുറിപ്പ് പരിശോധിച്ച് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലല്ല, ക്ഷമിക്കണം, സണ്ണി ജോസഫാണ് കെ.പി.സി.സി. അധ്യക്ഷൻ. അദ്ദേഹം ഒരു MLA ആണല്ലോ. അദ്ദേഹം സഭയിൽ ഹാജരായ MLA ആണ് അദ്ദേഹം. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പോൾ കോൺഗ്രസ് സംരക്ഷിക്കുന്നതല്ലേ അതിനർത്ഥം? ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ആ ചോദ്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടി അല്ല, MP രാഘവനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല, കോൺഗ്രസ് ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്തു. കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോഴുള്ള പ്രതികരണം, ഓരോരോ പ്രതികരണങ്ങൾ വരുന്നു. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെന്ന് തോന്നുന്നു, അല്ലേ? രാഹുൽ കൈ കാണിച്ച് ടാറ്റ കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു.